പത്തനംതിട്ടയിലെ ആറന്മുള പഞ്ചായത്തിൽ മാലക്കരയിൽ വെള്ളക്കെട്ടാണ്. റോഡ് ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടു. മഴ തുടർന്നാൽ ജലനിരപ്പ് ഇനിയും ഉയരുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാരും. മലയോര മേഖലയിൽ മാത്രമല്ല, പമ്പയാർ ഒഴുകി വരുന്ന കരകളിലെല്ലാം സമാനമായ രീതിയിലുള്ള ഭീതിയിലാണ് ജനങ്ങൾ. ഞാനുള്ളത്, അല്ലെങ്കിൽ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഒരു പുഴയോ തോടോ ഒന്നുമല്ല. റോഡിൽ കൂടി വെള്ളം, പമ്പയാറിലെ വെള്ളം കുത്തി ഒലിച്ചു വരുന്ന, കുത്തി ഒലിക്കുക എന്ന് തന്നെ പറയാം. നമ്മൾ ഈ സാധാരണ നിലയിൽ ആ പ്രളയ സ്ഥലത്തൊക്കെ കാണുന്ന, അല്ലെങ്കിൽ ഈ ഉരുൾപൊട്ടുന്ന സ്ഥലത്തൊക്കെ കാണുന്ന രീതിയിൽ വെള്ളം കുത്തി ഒലിച്ചു വരികയാണ്. എപ്പോഴാണ് ഇങ്ങനെ ഇത്രയും വലിയ ഒഴുക്ക് വന്നത്? എൻ്റെ ഒരു 7:15 കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്താണ് പോയത്. അപ്പോൾ ഞങ്ങൾ പോയി ആദ്യം വെള്ളമെല്ലാം സാധനങ്ങളെല്ലാം ഷിഫ്റ്റ് ചെയ്യുമായിരുന്നു. എല്ലാം സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്തു. അവിടെ നമ്മുടെ മാലക്കര പള്ളിയോടമുണ്ട്. മാലക്കര പള്ളിയോടത്തിന് സേഫായിട്ട് ഒരു സ്ഥലത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷേ നിമിഷങ്ങൾക്കുള്ളിൽ ഏകദേശം ഒരു 1.5 മണിക്കൂർ കൊണ്ട് നമ്മൾ നിൽക്കുന്നിടം പൊങ്ങി വെള്ളം പോയി വരുന്നു. 2018 ഏകദേശം അതേപോലെ ഒരു സാഹചര്യം ഇപ്പോൾ വന്നത്. 2018 ശേഷം ഇത്രയധികം വെള്ളം വരുന്നത് ഇതാദ്യമായിട്ടാണ്. ഇത്രയും വെള്ളം ആദ്യമായിട്ട് ഒറ്റ രാത്രി കൊണ്ടാണ് ഇത്രയും വെള്ളം വന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്നതൊക്കെ കൂടുതൽ വെള്ളമാണ്. നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പം ഭീഷണിയാണ്. സാധനങ്ങളൊക്കെ പെറുക്കി മാറ്റണം എന്നുള്ള ഇതിൽ നിൽക്കുന്നു. കഴിഞ്ഞ 2018 വെള്ളം പൊങ്ങിയപ്പോൾ ഒരു സാവധാനത്തിൽ വന്നു ഒരു രാവിലെ തുടങ്ങി വൈകിട്ടായപ്പോഴത്തേക്കാണ് ഇവിടെ വെള്ളം കയറി. അപ്പോൾ എല്ലാവർക്കും ഒരു ജാഗ്രത മുൻകരുതൽ എടുത്തുകൊണ്ട് അങ്ങോട്ട് സഹായിക്കാൻ പറ്റി. ഇതിപ്പോൾ സഹായിക്കാൻ പറ്റാത്ത ഇതിന് നമ്മുടെ ഗവൺമെൻറ് സർക്കാരൊക്കെ എന്ത് ചെയ്യുന്നു? ആറന്മുള പ്രദേശത്ത് മൊത്തമുള്ളൊരു വിഷയമാണിത്. നിലവിലെ കറണ്ട് ഇല്ല ഇവിടെ. നിങ്ങൾ മാറി താമസിക്കാൻ പോകണോ? താമസിക്കാൻ പോകണം. അങ്ങനെ അതെ എങ്ങോട്ട് എവിടേക്ക് പോകുന്നതാണൊരു വിഷയം. പോകുന്ന വഴി മൊത്തം ഇതുപോലെ വെള്ളമായി. ഒരു വണ്ടിയെ കയറ്റി മലയിൽ അപ്പുറത്തോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എങ്ങനെ പോകാനൊരു യാത്രാ സൗകര്യങ്ങൾ പോലും ഇല്ലല്ലോ ഇപ്പോൾ. 2018 പ്രളയത്തിന് ശേഷം എങ്ങനെയാണ് വെള്ളം വരുന്നത്, അല്ലെങ്കിൽ എത്രത്തോളം വെള്ളം ഉയരും എന്നുള്ളൊരു ആശങ്ക ജനങ്ങൾക്കുണ്ടെന്ന് മാത്രമല്ല വലിയ ഭീതിയിലാണ്. കാരണം 2018 ഉറങ്ങി എഴുന്നേറ്റപ്പോഴത്തേക്ക് വീടിൻ്റെ മുകളിലൂടെ വെള്ളം കടന്നു പോവുകയായിരുന്നു. അത്തരത്തിലുള്ള ഒരു ആശങ്ക മനുഷ്യർക്കുണ്ട്.